ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും. ഇന്നലെ ഞാൻ തിരൂരിൽ നിന്ന് പാങ്ക് പോണ വീഡിയോ ആയിരുന്നു. പക്ഷെ പാങ്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ പാർട്ടാക്കിയിട്ടിടുന്നത്. അതായത് ഇന്നലത്തെ വീഡിയോ പാർട്ട് 1, ഇന്നത്തെ വീഡിയോ പാർട്ട് 2. അപ്പോൾ എന്തായാലും പാർട്ട് 2 ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പാങ്ക് പോകാനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്നത് നെസ്റ്റോക്ക് ചെയ്യുന്നത്. നെസ്റ്റോക്ക് വന്നത് എന്തിനാണെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്താ സംഭവിച്ചാൽ എൻ്റെ മിഥുന് ഭയങ്കര ഇഷ്ടമാട്ടോ ഡ്രീം കേക്ക്. ഇനിയിപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ ആർക്കും അറിയണ്ടാവില്ല മിഥു ആരാന്ന്. അതായത് എൻ്റെ ചെറിയ അനിയൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രീം കേക്ക്. അപ്പോൾ എപ്പോഴും പറിച്ച് വരികയാണെങ്കിൽ ഞായറാഴ്ച വന്നാൽ മതി, വരുമ്പോൾ ഡ്രീം കേക്ക് ഏറ്റ് വരുവേണ്ടി അറിയുന്നത് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിന് ഞായറാഴ്ച നെസ്റ്റോയിൽ 199 ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ചെന്നപ്പോൾ അതാ നെസ്റ്റോയിൽ 189 ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, രണ്ടെണ്ണം കൈക്ക് പിടിച്ച് വെച്ചപ്പോൾ ലാൽ എന്നോട് പറഞ്ഞാൽ ഒന്ന് അവിടെ വെച്ചാളെ ഒന്ന് എടുക്കുള്ളൂ. അങ്ങനെ പിന്നെ ഒന്നിച്ചിട്ട് ഒന്നെടുത്ത് വേഗം പോകുന്നിട്ടാ. പിന്നെ ലാൽ പായി കേട്ടോ മുന്നിൽ. എന്താ സംഭവിച്ചാൽ ഇനി വേറെയും സാധനങ്ങളൊക്കെ വേങ്ങാണ്ട് പാങ്ക് എത്തും വേണം. ഞങ്ങൾ പെരയിൽ നേരെ 12 മണി 12:30 പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടോ. ചോറും തന്നിട്ടില്ല. അങ്ങനെ പിന്നെ ബില്ലടിച്ചാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ തിരക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോയി നോക്കി, അവിടെയും തിരക്ക്, ആകെ തിരക്ക്. പിന്നെ എന്തായാലും ബില്ലൊക്കെ അടിച്ച് കിട്ടി. ബാക്കി ചില്ലറ പൈസക്ക് പോലും മുട്ടായി കേട്ടോ തന്നത്. ആ തരുന്നവർക്ക് വല്ല ചോക്ലേറ്റും തന്നിക്കാണെങ്കിൽ ഒരു ഉപകാരത്തേക്ക് പെട്ടിന്ന്. ഓരോ ₹1 മുട്ടായിയൊക്കെ തന്ന്. പിന്നെ കിട്ടിയ മുട്ടായും കഴിക്കാൻ വെച്ചിട്ട് പിന്നെ എന്തായാലും കേക്ക് കവറിലൊക്കെ ഇട്ട് തന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കേക്കും വാങ്ങി പോന്നിട്ട്. പിന്നെ ഈ സ്റ്റെപ്പുകൾ എന്താണെന്നല്ല ഞങ്ങൾ നോക്കുന്നത്. എന്താ വെച്ചാൽ സ്റ്റെപ്പ് കയറേണ്ടവർക്ക് സ്റ്റെപ്പ് കയറാം, അല്ലെങ്കിൽ ലിഫ്റ്റ് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ഞങ്ങൾ പിന്നെ ലിഫ്റ്റിൽ കയറാനൊന്നും നിന്നില്ല, കാരണം അവിടെ ഇങ്ങനെ കുറേ ടൈം നിൽക്കും. അപ്പോൾ ആ സമയം കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാനിട്ട് ഞങ്ങൾ വേഗം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തന്നെ കേട്ടോ പോകുന്നതും കയറിയതും ഇറങ്ങിയതൊക്കെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ലാലു എന്നിട്ട് പായട്ടെ. ഞാൻ ലാലുവിൻ്റെ ഇത്താലം പായ, ലാലു എൻ്റെ മുന്നിലും പായ. അങ്ങനെ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് എത്തിയിട്ടാ. പിന്നെ അങ്ങനെ നെസ്റ്റോന്ന് അങ്ങനെ പോകുന്നിട്ടാ. പിന്നെ ഞങ്ങൾ പിന്നെ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് വാങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മുടികൊഴിച്ചിൽ പരിപാടി ഉണ്ട്, പിന്നെ കുട്ടീനെ കാണാൻ പോവാണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഞാൻ മീഷോന്ന് ഇതേമാതിരി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് അത് 21-ാം തീയതി എത്തേണ്ട സാധനം അങ്ങനെ ക്യാൻസലായി 28-ാം തീയതി ആയി. അങ്ങനെ ആയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ സാധനം എന്തായാലും. അപ്പോൾ അത് ക്യാൻസലായും ചെയ്തു. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണം. പിന്നെ നെസ്റ്റോന്ന് കിട്ടിയ മുട്ടായും തന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് കട്ട വന്നിക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ മുട വാങ്ങാൻ വേണ്ടി പോയിട്ടാ. ഇങ്ങനെ എന്താ പറയുക, കാടമുട്ട വാങ്ങാൻ വേണ്ടി പേക്ക് ചെയ്യുന്നിട്ടാ. മൂത്തമ്മേൻ്റെ മോൾ പ്രസവിച്ചെടുക്കുക. അപ്പോൾ ഓളെ കുട്ടീനെ കാണാൻ വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങളായിട്ടത്. അങ്ങനെ ലാൽ കാടമുട്ട വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഇറങ്ങിപ്പോയി നോക്കിയിട്ട്. ലാൽ ഇവിടെ തന്നെ ഇട്ടാ. അങ്ങനെ പെരേക്കും കാടമുട്ടയും കോഴിമുട്ടയൊക്കെ കൊണ്ടുവരിക ഇവിടെ നിന്നാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് എന്തായാലും ഒരു പെട്ടി കാടമുട്ടയൊക്കെ വാങ്ങിയിട്ടാ. ആ കാടമുട്ടകളും കോഴിമുട്ടകളൊക്കെ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം. നമ്മളൊക്കെ പറയും പെട്ടെന്ന് കേടരുന്നൊക്കെ അല്ലേ. എന്തായാലും ഈ കടയിലൊക്കെ എത്ര മാതിരി ഇരിക്കുന്നുണ്ട്, കേടരില്ലെന്ന് ആവട്ടെ. എന്തായാലും നമുക്കിപ്പോൾ അത് നോക്കണ്ടല്ലോ, നമുക്ക് വേങ്ങാനുള്ള കാടമുട്ട വാങ്ങി ഞങ്ങൾ പോകുന്നിട്ടോ. പിന്നെ കുട്ടികൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറി. അങ്ങനെ പിന്നെ ഞാൻ ഇതായിട്ട് എടുത്തത്. ആദ്യം കാണിച്ചത് ആ ഡ്രസ്സ് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ അതിന് ചെറിയൊരു കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ എടുത്തില്ല, അവിടെ തന്നെ വെച്ചിട്ടാ. പിന്നെ ഞങ്ങൾ ഈ ബനീൻ്റെ ഐറ്റം ഈ ഡ്രസ്സ് എടുത്ത്, കാരണം കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമല്ലേ, കരപ്പ് ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ അത് ബില്ല് കൂട്ടിയിട്ട്. പക്ഷേ ബില്ലടിച്ചാൽ കൊടുത്തപ്പോൾ എൻ്റെ കണ്ണ് പോണ ഈ ഒരു ഷർട്ടുമ്മക്കും ട്രൗസറുമ്മൊക്കെ എന്നിട്ടാ. പിന്നെ അപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, അതിന് ഒരു കറ ഉണ്ട്. കറ വെച്ചാൽ എന്തൊരു മഞ്ഞ കളറാണ്. പിന്നെ അത് വേങ്ങിയില്ല. പിന്നെ അങ്ങനെ എന്തായാലും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ അത് ഇതാ ഇങ്ങനെ കൈയിൻ്റെ അവിടെ നെറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ നെറിവ് ഒഴിവാക്കിയിട്ട് എനിക്ക് സാധാ കൈയാക്കി തന്നാൽ മതിയായിരുന്നു. പിന്നെ ഒന്നായിട്ടൊന്ന് ഷേപ്പ് പിടിച്ചാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പെരയിൽ മെഷീൻ കേടാണ് പാങ്ങിയിൽ. പിന്നെ അയൽവാസിൻ്റെ കൂടെ പോകണം. അപ്പോൾ പിന്നെ ഞാൻ എന്താ കട്ടി അവിടെ നിന്ന് തന്നെ ഓല് ശരിയാക്കി തരാറ്. അപ്പോൾ അങ്ങനെ ഓലെക്കൊണ്ട് തന്നെ ശരിയാക്കിച്ചാട്ടാ. മീഷോയിൽ ഇതേമാതിരി എന്ത് ഓർഡർ ചെയ്താലും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യുമല്ലോ. അങ്ങനെ ഓർഡർ ചെയ്യണം കേട്ടോ. പക്ഷെ പരിപാടി കഴിഞ്ഞാലും സാധനം എൻ്റെ കൈക്ക് കിട്ടൂല. ഒന്നെങ്കിൽ സാധനം വരാൻ വൈകും, അല്ലെങ്കിൽ സാധനം തന്നെത്താനെ ക്യാൻസലാവും. ഇപ്പോൾ പിന്നെ ഇതൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതേമാതിരി കൊറിയർ ഓഫീസിൽ ഇങ്ങനെ ആൾക്കാരില്ലായിട്ടാണ് എന്താ സംഭവം എന്നാവട്ടെ. സാധനം സൂറത്ത് നിന്ന് പോന്നിരുന്നു, പക്ഷെ അതേമാതിരി ക്യാൻസലായി പറഞ്ഞിട്ട് പിന്നെ 28-ാം തീയതി വരുന്ന സാധനം 27-ാം തീയതി രാവിലെ മെസ്സേജ് ആയിട്ടുണ്ട് ക്യാൻസലായി പറഞ്ഞിട്ട്. പിന്നെ 2 മണിക്കൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ട് ഞാൻ പിന്നെ ആദ്യം ഗൂഗിൾ പേ ചെയ്തിട്ടീന്ന്. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പകുതി പൈസ കുറഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും പൈസ നമുക്ക് തിരിച്ച് കിട്ടിയല്ലോ, അപ്പോൾ വലിയ ഭാഗ്യം. അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ ക്യാൻസലാവുമ്പോൾ എനിക്ക് പൈസ തിരിച്ച് കിട്ടലുണ്ട് കേട്ടോ. അതാട്ടോ പിന്നുള്ളൊരു സമാധാനം. സാധനം ക്യാൻസലായാലും എന്താ നമ്മളെ പൈസ നമ്മളെ കൈക്ക് കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ ഒരു ഫ്രോക്കൊക്കെ വാങ്ങി അതൊക്കെ അവിടെ നിന്ന് തന്നെ അടുപ്പിച്ചിട്ടാ. അതിൻ്റെ കൈയൊക്കെ ശരിയാക്കി വെച്ച് ഒന്ന് ഷേപ്പ് പിടിച്ച് മേലടിച്ച് ഒക്കെ കഴിഞ്ഞ്
ഇങ്ങനെ വണ്ടിക്ക് എണ്ണ അടിച്ച് പിന്നെ ഞങ്ങൾ ചോർന്നിട്ടില്ലായിരുന്നല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ 3 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാൾക്ക് തിന്നാനും വേണ്ട, രണ്ടാൾക്ക് പൈപ്പും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ലാലു പറഞ്ഞു നമുക്ക് അവലുമിൽ കുടിച്ചാൻ പോകാമായിരുന്നു. അങ്ങനെ പിന്നെ പെരയിൽ പോയി ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പാങ്ക് കൊണ്ട് പോന്നിട്ട്. അപ്പോൾ പാങ്ക് പോരുമ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങനെ പിന്നെ എന്തായാലും പുത്തൻതാണിക്ക് എത്തണ മുന്നേ കുട്ടിക്കത്താണിയൊക്കെ എത്തിയപ്പോൾ ലാലു പറഞ്ഞു നമുക്ക് അവലുമിൽ കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടാളും മത്സരിച്ച് അവലുമിൽ കുടിച്ചിട്ടപ്പോൾ ആ കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവലുമിൽക്ക് സംഭവം. പക്ഷേ എനിക്കാണെങ്കിൽ കുടിച്ചാൻ വലിയ ധൈര്യമില്ല, കാരണം എനിക്കും പനിയും കുരക്കേന്നി. പിന്നെ ഈ പെരുംചതി വെയിലും ഇട്ടാ. രാവിലെ ഞാൻ പറഞ്ഞില്ല നല്ല മഴ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു കേട്ടോ. ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ച്. പിന്നെ തണുപ്പ് വെച്ചിട്ട് തണുപ്പ് ചെല്ലുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അങ്ങനെ പിന്നെ അവലുമിൽക്ക് ലാലു പറഞ്ഞപ്പോൾ പിന്നെ അത് കുടിച്ചാൻ കയറിയിട്ട് പിന്നെ ചോറൊന്നും നമുക്ക് തിന്നാനുള്ളൊരു മൂഡില്ല. അപ്പോൾ പിന്നെ അവലുമിൽക്ക് കുടിച്ചല്ലേ നല്ലത് വെച്ചിട്ട് ഞാൻ എളുപ്പപ്പണി നോക്കിയതാട്ടോ. കാരണം തിന്നാൻ മടിയായിട്ടാട്ടോ, വേറെ ഒന്നുമല്ല. ലാലു കുറേ പറഞ്ഞു നമുക്ക് ചോറ് എന്തെങ്കിലും വാങ്ങി തിന്നാം, പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ ആ നേരത്തെ ചോറിനാണ്. പിന്നെ 3 മണി 3:30 ആ ഒരു ടൈം ആയും ചെയ്തിരിക്കണം, തീറ്റൻ്റെ ടൈം അതിനല്ല. അപ്പോൾ പിന്നെ എനിക്ക് മടിയായി. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ അവലുമിൽക്ക് തന്നെ വാങ്ങിയിട്ട് പിന്നെ മത്സരിച്ച് തീറ്റയും കൂടിയായിട്ടോ. അങ്ങനെ പിന്നെ ലാലുവിൻ്റെ കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഇന്ത്യന് ഒരു ആട്ടോ അനക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആക്കത്തിന് ഇരുന്നിങ്ങനെ തിന്നിട്ടാ. അപ്പം ഞാൻ ഈ ഇരുന്ന് ചിരിച്ചിന് എന്തിനാ വെച്ചാൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ കടയിലത്തെ കുട്ടീനെ അങ്ങനെ നോക്കട്ടെ ചെക്കന്. അപ്പോൾ ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ട് ഇപ്പോഴത്തെ വല്ല യൂട്യൂബർ ആടോ അങ്ങനെ ഒരു സംശയം മുട്ടിയിട്ടോ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചു തരട്ടെ. അപ്പോൾ ഞാനും എനിക്ക് അതേമാതിരി ഇങ്ങനെ ചിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാലുവിനോടാ പറഞ്ഞ് ചിരിച്ചു തന്നിട്ട് ആ കുട്ടിയാണ്ടൊക്കെ ഇന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണേ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് അവലുമിൽക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പോന്നിട്ട് ഞങ്ങൾ പിന്നെ അതേമാതിരി നമ്മൾ വെട്ടിച്ചിറക്ക് ആകെ മാറിയിരിക്കണം കേട്ടാ. മക്കളെ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല, വെട്ടിച്ചിറക്ക് ആകെ മാറി മറിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെട്ടിച്ചിറ എന്നല്ല ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കണം കേട്ടോ. എന്ത് പോകണ മാതിരി ആവില്ല നമ്മൾ നാളെ പോകുമ്പോൾ, കാരണം വളവും തിരിവും ഒടിവും ചതവും ഒക്കെ കൂടിയിട്ടൊരു കഥ കേട്ടാ. പിന്നെ ഞാൻ പണ്ട് മുതലേ അത്ഭുതത്തിൽ നോക്കി കാണുന്ന ഒരു പെരട്ടെ ഈ കാണുന്ന ഈ പെര. ഇതൊരു പെരയുണ്ട്, പക്ഷെ കണ്ടാൽ തോന്നില്ല വല്ല പള്ളി എന്തെങ്കിലും ആണെന്ന്. ഞങ്ങളും കുട്ടികളെ നിന്ന് അങ്ങനെയൊന്നും ഇട്ടാ പറഞ്ഞിരുന്നത്, കൊട്ടാരപ്പര എന്നൊക്കെ എന്നിട്ടാ പറഞ്ഞിരുന്നത്. കാരണം അന്ന് ഇത് കാണുമ്പോൾ വലിയ പൊലിവേന്ന് കണ്ട നമ്മൾ കൊട്ടാരത്തിൻ്റെ കഥയിൽ ലുക്ക് തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊരു വല്ല പള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമാണ്. ശരിക്കും അത് പള്ളിയൊന്നുമല്ല കേട്ടോ, അതൊരു പെരയാണ്. ആ പെര ഒരു മതിൽ തന്നെ കേട്ടോ. കാരണം അതിൻ്റെ മതിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം പണ്ടൊക്കെ അതിൻ്റെ മതിൽ അങ്ങനെ നീങ്ങിയില്ല. ഇപ്പോൾ പിന്നെ റോഡ് പണിയൊക്കെ ആയപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നപ്പോൾ പുതിയത് കിട്ടിയ മതിലാട്ടത്. അത്യാവശ്യം ഉണ്ട് കേട്ടോ മതിൽ. ആ മതിലിൻ്റെ പൈസ മതിയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പെര കയറ്റാൻ. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോന്ന് കരേക്കാട് എത്തിയപ്പോഴാട്ടോ വല്ലാത്തൊരു സന്തോഷം സമാധാനം. കാരണം നമ്മളെ നാട്ടിലേക്ക് എത്തി. അതങ്ങനെയാണല്ലോ, ഒരാഴ്ച ആയാലും നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് അറിയാത്ത വല്ലാത്തൊരു ഫീൽ ആയിക്കാരല്ല. അങ്ങനെ പിന്നെ ഇവിടെ എത്തുമ്പോൾ ലാലു എപ്പോഴും എന്നെ കളിയാക്കട്ടെ. കാരണം കരേക്കാട് എന്ന് പറയുന്നത് പൊതുവേ ഒരു കാട് ഏരിയയാണ്, നല്ല തണുപ്പ് ആയിക്കാരം. അപ്പോൾ ലാലു ഇങ്ങനെ പറയട്ടെ കാട്ടുമുക്ക് എത്തിയെന്ന് പറയും. അങ്ങനെ പിന്നെ പറഞ്ഞ് കളിയാക്കി എന്തായാലും എൻ്റെ നാട്ടിലെത്തി. ആ കണ്ടത് എന്താ വെച്ചാൽ ഞങ്ങളവിടുത്തെ ഓഡിറ്റോറിയം ആട്ടെ. ഞാൻ കുട്ടിയെന്ന് മുതലേ ആ ഓഡിറ്റോറിയം പണി നടക്കുന്നുണ്ട്. അന്ന് പറഞ്ഞത് ഞങ്ങൾ കല്യാണം ആ ഓഡിറ്റോറിയത്തിലാവുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് ഓഡിറ്റോറിയത്തിന് ഒരു മാറ്റമില്ല കേട്ടോ. അത് ആ പണി കഴിഞ്ഞിട്ട് അതേമാതിരി അവിടെ കിടക്കുക. പിന്നെ ഞങ്ങൾ ആദ്യത്തെ മഹലിൽ ഞാൻ പഠിച്ച മദ്രസ് അവിടെ നിന്നൊക്കെ പോന്ന് പിന്നെ എന്തായാലും അങ്ങാടിക്ക് എത്താനായിട്ട് അവിടെയൊക്കെ എത്തുമ്പോൾ എന്താ ഭയങ്കര പൊലിവാട്ടോ. അപ്പോൾ ലാലും ഇങ്ങനെ കളിയാക്കും എന്താ ഇപ്പോൾ പൊലിവോളെ നാട്ടിലെത്തിയപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു നമ്മളെ കളിയാക്കാലും നമുക്ക് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അത് പിന്നെ അങ്ങനെ തന്നെ ആയിക്കാരല്ല, ആരായാലും അവരവരുടെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ ആയിക്കാരല്ല. പിന്നെ ആ കാണുന്ന റോഡിൻ്റെ ഉമ്മാൻ്റെ കുടിക്കുള്ള റോഡാട്ടെ, ഞാൻ പറയുന്നില്ലല്ലോ എൻ്റെ ഉമ്മാൻ്റെ കുടിക്ക് നടക്കാനുള്ളൂ. പിന്നെ ഈ പെര എന്താ വെച്ചാൽ ഇവിടെയൊക്കെ എൻ്റെ കല്യാണത്തിന് ഫോട്ടോഷൂട്ട് നടന്നിരുന്ന പെരയിൽ നിന്നിട്ട് ആ പെരയിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിരുന്നു. അതുപോലെ ഈ പെട്രോൾ പമ്പിൽ കയറിയിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ വണ്ടിക്ക് എണ്ണ അടിച്ചു കൊടുക്കണ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നിട്ട് അതിൻ്റെ ഞാൻ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പിടിച്ചത് ചെയ്യുന്നിട്ടാ. പിന്നെ കള്ളുഷാപ്പ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിൽ അങ്ങാടിയിലെത്തിയിട്ട് അപ്പോൾ വാങ്ങിച്ചേണ്ടി അങ്ങാടി ഇട്ടപ്പോൾ ഈ കാണുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കില്ല, കാരണം വൈകുന്നേരം ടൈം ആയിരിക്കണം, വല്ലാതെ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങളെ പെരേക്കുള്ള അങ്ങോട്ട് ആ റോട്ടിനടുത്ത് തിരിഞ്ഞപ്പോൾ അല്ലാ എന്താ പൊലിവെന്നാ. നമ്മൾ ഈ പ്രവാസികൾ നാട്ടിൽ കയറുന്ന മാതിരി കേട്ടോ, ഭയങ്കര പൊലിവ് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെന്ന് അറിയാത്ത വല്ലാത്തൊരു ഫീലാട്ടോ. കാരണം തിരൂർ ഇതേമാതിരി വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണീരിന് ഒരു കുളിരാട്ടാ. അപ്പോൾ ലാലു ഇങ്ങനെ പറയുന്നുണ്ട് ഈ സ്ഥലം അടിപൊളിയാണ്, ലാലുവിന് ഇഷ്ടമായിട്ട് ഈ ഒരു സ്ഥലം. ഇവിടെ എത്തുമ്പോൾ ലാലു ബ്രേക്ക് പിടിച്ചിട്ടാ പോകുക, കാരണം വല്ല പോവുള്ളൂ. ലാലുവിന് ആ പാടും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പൊലിവാട്ടാ. അപ്പോൾ നമ്മൾ ഡബ്ബറും കാടൊക്കെ കാണുമ്പോഴൊക്കെ ലാലുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേമാതിരി നല്ല പച്ചപ്പുള്ള സ്ഥലത്തുമ്പോൾ ലാലു ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കൂട്ടാ. കാരണം എനിക്ക് പിന്നെ അത് വില ഇല്ലാതായിരിക്കണം, കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ ഈ പച്ചപ്പ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറയും നിങ്ങൾക്ക് പിരാന്താണ് അറിയട്ടാ. പക്ഷെ ലാലുവിൻ്റെ നാട്ടിൽ നല്ല കടപ്പുറം അതേമാതിരി പുഴ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ലാലുവിനെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കാരണം എൻ്റെ നാട്ടിൽ അതില്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വലിയ പൊലിവേക്കാരം. അങ്ങനെ പിന്നെ എന്തായാലും
പെരേക്ക് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ആ റോട്ടിലേക്ക് വണ്ടി കയറ്റുന്നില്ല കേട്ടോ. കാരണം മഴയൊക്കെ പെയ്തിട്ട് റോഡാകെ നാശമായിരിക്കുന്നു. അപ്പം അതിൻ്റെ അനിയന്മാരൊക്കെ വിളിച്ചിരുന്നിട്ട് എൻ്റെ കുറച്ച് കവറും സഞ്ചികളൊക്കെ ഉണ്ട് എടുക്കാൻ വരിക പറഞ്ഞിട്ട് അങ്ങനെ സഞ്ചിയും ചാക്കും കവറും ഒക്കെ കൂടി ഒറ്റങ്ങളെ കൈക്കൊക്കെ കൊടുത്തിട്ടാ. അങ്ങനെ ഇതിൻ്റെ ചെറിയ അനിയനേട്ടാ, മറ്റേ എൻ്റെ അമ്മോൻ്റെ കുട്ടിയാട്ടാ. അങ്ങനെ ഒരു രണ്ടാളും കൂടി എൻ്റെ സാധനങ്ങൾ പിടിച്ചാൻ വേണ്ടി വന്ന് കേട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ അമ്മോൻ്റെ കുട്ടീൻ്റെ കൈക്ക് മുട്ട ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കുട്ടീനെ കാണാൻ പോകണ്ട. അപ്പോൾ കാടമുട്ട കേട്ടോ അവൻ്റെ കൈക്ക്. മറ്റവൻ്റെ കൈക്ക് എന്താ വെച്ചാൽ കുട്ടീനെ കാണാനുള്ള ഡ്രസ്സും സാധനങ്ങളും പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടാ. പിന്നെ ലാലുവിൻ്റെ കൈക്കുള്ള സംഭവങ്ങൾ ഇപ്പം എന്താ വെച്ചാൽ ഇതേമാതിരി ലാലുവിൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുണ്ടല്ലോ, എന്താ കൊടംപുളി തന്നീന്ന് കേട്ടോ. അവളോട് തോനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ കൊടംപുളിയൊന്നും ഇല്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര പൊലിവ്. അപ്പോൾ അങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് കൊടംപുളി തന്നീന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വീങ്ങിന്ന് കേട്ടോ കുട്ടീനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൈക്കുള്ള വലിയൊരു ചാക്ക് പറയണ്ടല്ലോ, കുറച്ച് ഡ്രസ്സാട്ടാ. ബാഗിലും ഡ്രസ്സാണ്, കൈക്കുള്ള കവറിലും ഡ്രസ്സുകളാട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ മുന്നിൽ പായുണ്ട് കേട്ടോ. നമ്മളെ പെരയിലെത്തിയാൽ അങ്ങനെയാണല്ല, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്ത മാതിരി ഒരു പോക്കേക്കാരല്ല. ലാലും പിന്നെ മുന്നിൽ ആദ്യം പോയിട്ട് പെരയിൽ കയറിയിരിക്കുന്നുണ്ടാ. പിന്നെ നമ്മൾ ഈ പെരഞ്ഞ സ്റ്റെപ്പൊക്കെ കൊണ്ട് കയറി വരുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു സമാധാനമാണല്ലോ. ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ പെരയിൽ നിന്ന്, അതായത് നമ്മൾ കെട്ടിച്ചെടുത്ത് പോകുമ്പോൾ വല്ലാത്ത സങ്കടക്കാരം ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ. അതിന് നേരെ വിപരീതമായിക്കാരം നമ്മളെ പെരയ്ക്ക് നമ്മൾ വിരുന്ന് വരുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി കൊല്ലായ്മൊക്കെ കൊണ്ട് എത്തുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരം. അത് നേരെ വിപരീതമായിക്കാരം കേട്ടോ. നമ്മളെ പെരയിൽ നിന്ന് കെട്ടിച്ചെടുത്തൊക്കെ പോകുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സങ്കടമായിക്കാരം കേട്ടോ. അത് പിന്നെ എന്തായാലും ചെന്ന് പിന്നെ ഉമ്മാനായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മ ചായയും കടി ഉണ്ടാക്കിയെന്നിട്ടാ. പിന്നെ ഇപ്പോൾ ബ്രെഡ് പൊരിൻ്റെ അടി നിങ്ങൾ നോക്കണ്ട എന്താ സംഭവിച്ചാൽ, ബാക്കി മാവും കൂടി മയിലിട്ട് മുക്കിയോണ്ടാട്ടോ അങ്ങനെ പല ഷേപ്പും പല കോലും വന്നിക്കണം. അതിലും നല്ല അടിപൊളി ബ്രെഡ് പൊരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രതീഷ് അതാ നീണ്ട് നിവർന്ന് കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ ഓനൊക്കെ വിളിച്ചുകൊണ്ടിട്ട് എന്തായാലും രതീഷിനൊക്കെ തിന്ന് പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഓരോരുത്തരങ്ങനെ കളിയാക്കി പറയുന്നു. പിന്നെ തട്ടിൻ്റെ വലിയനെ ഇവരെ കൈ കേടന്നിക്കണത് എന്താ സംഭവിച്ചാൽ റോട്ടുമ്മ വീണിട്ട് കൈ കേടന്നിട്ടാ. അപ്പോൾ എന്തായാലും ബെൽറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അവൻ്റെ കൈമ സൂചി കുത്തിക്കണം കേട്ടോ. അപ്പം ഞാൻ സൂചി അടിച്ചിട്ട് ഓനക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഓനോട് സർജറി ചെയ്യാൻ പറഞ്ഞേക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൻ്റെ കൈയിൻ്റെ പാടക്ക് പൊട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും സർജറി വേണ്ടി വരുമെന്ന് അറിയിക്കണം ഇനിയും വേദന ഉണ്ടെങ്കിൽ. പിന്നെ എൻ്റെ അമ്മേൻ്റെ കുട്ടി എന്താ പറയുന്നത് വെച്ചാൽ ഇനി വീഡിയോ എടുക്കല ഇനി യൂട്യൂബിൽ ഇടലേ അറിയട്ടെ. അപ്പോൾ ഓനെ ഇതുണ്ടാക്കിയിട്ട് ഞാൻ ഓനെ തന്നെ വീഡിയോ എടുക്കുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മിഥുവിന് ഡ്രീം കേക്ക് കൊടുന്നിരുന്നല്ല. അങ്ങനെ പിന്നെ ഡ്രീം കേക്ക് തിന്നണ ചടങ്ങാട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടുത്തോണ്ട് പറഞ്ഞിട്ട്, കാരണം അമ്മേൻ്റെ കുട്ടി ഉമ്മാൻ്റെ കൂടിയൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓൻ പോകണ മുന്നേ തന്നെ അത് തിന്നാച്ചിട്ടേ. അങ്ങനെ ഞാൻ ആദ്യം പൊട്ടിച്ചിട്ട് ആദ്യം ഫസ്റ്റ് സ്പൂൺ എൻ്റെ തൊള്ളിക്കാനായിട്ടാണ് പോയത്. പക്ഷെ ഒരു സ്പൂണ് തിന്നപ്പോൾ എനിക്ക് പൂതിയിടല്ല. അങ്ങനെ പിന്നെയും ഞാൻ ഇതേമാതിരി രണ്ടാമത്തെ സ്പൂണും തിന്നിന്നിട്ടാ. അപ്പോൾ ഓലുണ്ട് കേട്ടോ പറയുന്നത്, അല്ല അത് കൊടുത്തിട്ട് ഇജന്നെ തിന്നാണാറ കളിയാക്കിയിട്ടാ. അങ്ങനെ പിന്നെ മിഥുവിനെ കൈ കൊടുത്തു. മിഥു പിന്നെ കിട്ടിയ പാടന്നെ ആദ്യം ഓൻ്റെ അളിയനാട്ടാ കൊണ്ടുപോയി കൊടുത്തത്. എനിക്ക് തിന്നില്ലേലും ഓൻ്റെ അളിയനെ നല്ല സ്നേഹിച്ചുട്ടാ. അളിയനെ പറ്റി ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. ഓനും അളിയനും എന്താ പറയുക, എന്താ ഒരു അച്ചിൽ ഉണ്ടാക്കിയ മാതിരി കേട്ടാ. ഓനും ഓൻ്റെ അളിയനും ആയാൽ മതി കേട്ടാ. നമ്മൾ പെങ്ങൾ പുറത്താട്ടെ എപ്പോഴും. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ്റെ അളിയൻ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഓന് അമ്മേൻ്റെ കുട്ടി കൊടുത്തിട്ട് പിന്നെ കേട്ടോ ഓൻ തിന്നിക്കണത്. ഓനക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഡ്രീം കേക്ക്. കാരണം 199 ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ലാഭമല്ലേ. അങ്ങനെ 199-നുള്ള മുതലുണ്ട് കേട്ടോ ഈ ഡ്രീം കേക്ക്. പിന്നെ ഞങ്ങൾ ചെന്നന്ന് കഴിഞ്ഞ ഞായറാഴ്ച 189 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലും ലാഭത്തിൽ കിട്ടിയില്ലേ. അപ്പം മറ്റവനക്ക് കൊടുത്തപ്പോൾ ഓൻ പറയണേ ഞാൻ ഷുഗർ കട്ടാണ് എനിക്ക് മധുരം പറ്റൂല പറഞ്ഞിട്ടും ഓനത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മടി കാട്ടിയതാട്ടോ. ബാക്കി പാത്രം കാലിയാക്കിയത് ഓൻ തന്നെയാണ്. അങ്ങനെ പിന്നെ ഓന് ഉമ്മാക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഉമ്മയും ഇതും കൂടി പിന്നെ തിന്നാനുള്ള യുദ്ധമാട്ടോ. അപ്പോൾ ഈ കാണുന്നത് എന്താ പോലെ രണ്ടാളും മത്സരിച്ച് തിന്നാട്ടെ രണ്ടാളും കൂടി. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട്, കാരണം ഞാൻ തിരൂരിന്ന് ഇടക്കും നിലക്കൊക്കെ അത് വേങ്ങി തിന്നണേന്. അപ്പോൾ പിന്നെ കിട്ടാത്തവർ തിന്നോട്ടെ വെച്ചിട്ട് ഞാൻ ബാക്കിൽ തിന്നിട്ടാ. പിന്നെ ഷുഗർ കട്ടുള്ള ആൾ ഇതാട്ടാ പള്ളറച്ച് തിന്നണം. അതിൻ്റെ മുക്കാൽ ഭാഗം എടുക്കാൻ പോയിന്ന് കണ്ടിട്ടാ. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ എന്താ ഓൻ്റെ തിന്നാ. പിന്നെ ഓൻ്റെ സ്നേഹപ്രകടനം. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു സ്പൂണ് തന്ന് തിന്നാറിട്ട് അങ്ങനെ ഓൻ്റെ അടുത്ത് ഒരു സ്പൂൺ വാങ്ങി തിന്ന്. പിന്നെ എൻ്റെ അമ്മക്ക് തിന്നാൻ കൊടുത്തപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ ഉമ്മ ഇതേമാതിരി എനിക്ക് തിന്നിട്ട് ഞാൻ അഴിച്ചുവിടണ്ടാച്ചിട്ടാ തോന്നുന്നത്. എൻ്റെ അമ്മേൻ്റെ തൊള്ളിക്ക് കുത്തി നിറച്ച് തരുന്നുണ്ടാ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിക്കാരല്ലേ. നമുക്കിങ്ങനെ അതായത് ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേക്കാരം. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി നമ്മളമ്മമാരൊക്കെ നമ്മളങ്ങനെ നോക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടമായിക്കാരം സന്തോഷമായിക്കാരല്ലേ. അങ്ങനെ എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് 2 സ്പൂൺ ഡ്രീം കേക്കൊക്കെ വേഗം തന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ കുടംപുളി കൊടുന്നിക്കണ പറഞ്ഞിട്ട് ആ കുടംപുളി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മ അതാ വല്ല നിധി കണ്ട മാതിരി ഇട്ടാ. ഉമ്മയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൊലിവ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിത് തിരൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഉമ്മാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മാക്ക് പൂതിയോ കാണാനും തിന്നാനൊക്കെ. അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ലാലുവിൻ്റെ കൂട്ടുകാരെ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോൾ ഓള് കൊടുത്തയച്ചട്ടതും. അങ്ങനെ പിന്നെ ഞങ്ങൾ പോരുമ്പോൾ ഓളോടെ പോയിട്ട് വേങ്ങി പോന്നിക്കേന്ന് കേട്ടോ. ഓളെ കെട്ടിച്ചെടുത്ത് നിറച്ചുണ്ട്.
അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അമ്മയാണല്ലോ കിട്ടിയ പാടന്നെ ഒന്ന് നെക്കി നോക്കിയിട്ട് നാമിച്ചിരിക്കണു ഭയങ്കര പുളി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയ അനിയൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ ഓനും കഴിയുമ്പോൾ വലിയ കട ആട്ടിയിട്ട് ഓനും അതേമാതിരി ഫസ്റ്റ് ഒരു കടി കടിച്ചിട്ടാ ഓന് പുളിയിട്ട് വേഗം അവിടെ വെച്ച് പോയിട്ട് ആ പൊട്ടനോട് ഞാൻ പറഞ്ഞതാണ് അതൊരു പുളിയാണ്. ആ പൊട്ടൻ്റെ വിചാരം എന്താ വെച്ചാൽ ആ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഓൻ കിട്ടിയ പാടനെ കടിച്ചിരിക്കണ കേട്ടാ. പിന്നെ ഓനക്ക് പുളിയൊന്നും വിഷയമല്ലാതായിട്ട് ഓൻ ബാക്കി തിന്നൽ തുടങ്ങി. അപ്പം ഞാൻ ഓനോട് പറയുന്നിട്ട് അതിൻ്റെ കുരു കടിച്ചണ്ട പല്ല് മഞ്ഞ കളറാവും പറഞ്ഞിട്ട്. അപ്പോൾ ഓൻ പറയും ഇപ്പോഴാ പറയുന്നത് പറഞ്ഞിട്ട് അത് ഇട്ടിനതല്ല വന്നിട്ടാ. ഇന്നങ്ങനെ അതായത് നമ്മളിങ്ങനെ വെറുതെ ചെയ്തുണ്ടാക്കുമല്ലോ അങ്ങനെ തല്ലൂടി എന്നിട്ടാ. അങ്ങനെ തല്ലൂടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാട്ടാ ഞാൻ പറഞ്ഞ കുടംപുളി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അത്ഭുതമായിട്ടാ തോന്നുന്നത്. കാരണം അതിൻ്റെ ഷേപ്പും ആകൃതിയൊക്കെ നോക്കി പടച്ചവൻ്റെ ഓരോ കൈവാളല്ലേ ഓരോ ഫ്രൂട്ട്സുകൾ പല തരാണല്ലോ അല്ലേ. എനിക്കത് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു അത്ഭുതമായിട്ടാട്ടെ ഈ ഫ്രൂട്ട്സ് തോന്നുന്നത്. എന്തോ ഒരു ഷേപ്പാണ്. പിന്നെ അതന്നെ എൻ്റെ അമ്മ അതേമാതിരി തന്നെ വേഗം ഇതേമാതിരി നുറുക്ക് പീസാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഉണക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മീൻ കറി വെക്കണതിലൊക്കെ പുളിക്ക് പകരം ഉപയോഗിക്കുന്ന സംഭവമാണ്. അത് പിന്നെ പല തരത്തിലും ഉണ്ടാക്കും. എൻ്റെ അമ്മ പിന്നെ നുറുക്കിയിട്ട് വെയിലത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഉണക്കിയെടുക്കാനും. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? പണ്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. മഴ പെയ്താൽ ഇങ്ങനെ കണ്ണിലൊക്കെ ഉറ്റിച്ചല്ല മഴത്തുള്ളി അതാട്ടോ. അത് ഞങ്ങൾ റോട്ടുമ്പോൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മൂത്താപ്പാടക്ക് കുട്ടീനെ കാണാൻ വേണ്ടി പോവാട്ടെ. ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കുട്ടീനെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയിട്ടാ. അങ്ങനെ പിന്നെ മാഷാ അല്ലാഹ് കുട്ടീനെയൊക്കെ കണ്ട് കുട്ടി ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഉറക്കട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ കുട്ടികളെ കയ്യും കാലും കാണാൻ. കുഞ്ഞു കയ്യും കാലും കാണാൻ എന്തോ രസമാണ്. ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ പിന്നെ കുട്ടീനെയൊക്കെ കണ്ടതിന് ശേഷം ലാലുവിന് പിന്നെ ഹോർലിക്സ് കിട്ടിയിട്ടാ. ലാലുവിന് എനിക്കൊക്കെ കിട്ടി. ഞാൻ ഹോർലിക്സ് കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടി കളിച്ചിനുള്ള ആടൊക്കെ റെഡിയാണ് കാരണം അപ്പോൾ ആടിനെ ബാക്കിൽ കൊടുന്ന് കെട്ടിയിരിക്കണതാണ്. അങ്ങനെ ആടിൻ്റെ ഒച്ചപ്പാട് ഇട്ടിട്ട് ആടിനെ കാണാൻ വേണ്ടി പോയതാട്ടോ. ആടും ഇതേ പറഞ്ഞ മാതിരി തന്നെ അലാക്കിൻ്റെ വലിയൊരു ആടിന് കേട്ടോ. ആട് നമ്മൾ ചെന്നിട്ടൊരു ഒരു ഇതില്ല കേട്ടോ. ആട് ആ ഇരുന്നിടത്ത് നീച്ചല്ല. ഞാൻ കുറേ ഈ ഇതില്ല എന്താ പറയുക പ്ലാവിൻ്റെ ഈ കൊമ്പിട്ട് കുറേ കുത്തി നോക്കിയിട്ട് ഒന്ന് നീച്ചാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അനിയൻ എന്നെ കളിയാക്കി എന്നിട്ട് വല്ലാതെ അതിൻ്റെ അടുത്ത് കൊണ്ട് എൻ്റെ നേരെ വരുന്ന പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങിയതാട്ടോ. എന്തിനാണ് പോയത് വെച്ചാൽ എൻ്റെ ഡ്രസ്സിൻ്റെ അടിയിൽ വെക്കാനുള്ള ലേസ് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. കാരണം അടിയിൽ ഇങ്ങനെ ഇത്തിരി വലിപ്പം കമ്മിയായി മാതിരി തോന്നിയിട്ടാ. ലേശം കമ്മിയുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പള്ളർച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാലും പിന്നെ ഇത്തിരിയും കൂടി വലിപ്പം ഇങ്ങനെ കുറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അതിൻ്റെ അടിയിൽ വെക്കാൻ ലേസിന് പോയതാട്ടാ. അങ്ങനെ പിന്നെ ലേസിന് പോയപ്പോൾ ആ ചങ്ങായി അവിടെ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ മിഥുൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലേസൊക്കെ തിരഞ്ഞെടുത്ത് തന്നിട്ട് അതായത് ആ റേക്കുമെന്ന് ആ തട്ടുമെന്ന് ഓന് ലേസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ ലേസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വന്നപ്പോഴേന് കടക്കാരൻ ഫ്രീ ആയിട്ടാണ്. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ വരവ് കൊണ്ട് വരവേറിയിരുന്നു. പിന്നെ ഓരൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടി കാത്തുനിന്നു ഞാൻ. കാരണം എൻ്റെ ഡ്രസ്സ് അളവൊക്കെ എടുത്തിട്ട് വേണം ലേസ് മുറിച്ച് വാങ്ങാൻ. അങ്ങനെ പിന്നെ എന്തായാലും ഓരൊക്കെ പോയതിൻ്റെ ശേഷം ഡ്രസ്സ് അളവൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ എന്താണ് എന്താ പറയുക നമ്മളെ ലേസ് മുറിച്ച് വാങ്ങിയിട്ടാ. ഞാൻ പിന്നെ സെലക്ട് ചെയ്തിരുന്ന ഇത് ലേസ് അതേന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ലേസൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അത് മൈലാഞ്ചിൻ്റെ അച്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ആ സ്റ്റിക്കർ നല്ല രസമുള്ള സ്റ്റിക്കറുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഇതാട്ടാ ഞങ്ങൾ ചേന്തി അങ്ങാടി അപ്പോഴേക്കൊക്കെ തന്നെ ഒരു നേരം ആയിക്കണ്. നേരെ 8:30 9 മണി ആ ഒരു ടൈം. പിന്നെ ഞായറാഴ്ചയും കൂടെ അല്ല വല്ലാതെ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പെരയിൽ വന്നതിന് ശേഷം ഉമ്മാൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്തേക്ക് ഡ്രസ്സ് അടിച്ചാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എൻ്റെ പെരയിലത്തെ മെഷീൻ കേടുവന്നീന്ന്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ലേസ് വെച്ച് അടിച്ചാൽ കൊടുക്കാൻ പോയിട്ടാണ്. കാരണം പിറ്റേന്ന് നേരം വെളുത്താൽ മുടി കളച്ചിലാണ്. നേരെ 8 മണിയാകുമ്പോൾ മുടി കളച്ചിലിന് പോകണം. പിന്നെ അടിച്ചാലുള്ള നേരമില്ലല്ലോ. അപ്പോൾ രാത്രി അതൊക്കെ കൊണ്ടുപോയി അടുപ്പിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉമ്മാൻ്റെ ഒരു മാക്സി ഉണ്ട് എടുത്തിട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടാണ്. കാരണം ഉമ്മാരുടെ മാക്സി ഇടാൻ ഒരു പ്രത്യേക സുഖമാണല്ലോ. പിന്നെ ഉമ്മാൻ്റെ മാക്സിൻ്റെ വീതിയും വലിപ്പം നിങ്ങൾ നോക്കണ്ട. ഇന്നമാതിരിയുള്ള 2 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറ്റട്ടാ. എന്നെ എത്ര പറഞ്ഞ് ചീത്ത പറഞ്ഞാലും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മാക്സി ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ അൽമാറിയിൽ വെക്കും. ഇന്നത്തെ വീഡിയോ എത്ര